ജോർജ് സോറോസ് ഫൗണ്ടേഷനുമായുള്ള ബന്ധത്തിൽ വെട്ടിലായി കോൺഗ്രസ്. ജോർജ് സോറോസ് ബന്ധം കോൺഗ്രസ് നേതൃത്വം രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ജോർജ് സോറോസുമായുള്ള ബന്ധത്തിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് പരിഭ്രാന്തിയിലായി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കുറേ ദിവസങ്ങളായി കോൺഗ്രസും അതേപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുത്തുകയാണ്. അദാനിയുമായി ബന്ധപ്പെട്ട നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ ഉയർത്തിയാണ് അവർ ഇത്തരത്തിൽ പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നത്. എന്നാൽ ജോർജ് സോറോസ് ഫൗണ്ടേഷനുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് BJP ആരോപണം പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടും അവർക്ക് കൃത്യമായി മറുപടിയില്ല. ഇപ്പോഴും അതുതന്നെയല്ലേ തുടരുന്നത്? ജിഷ്ണു കൃഷ്ണൻ. വിനോദ, ഭാരത വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന വ്യവസായ ഭീമൻ ജോർജ് സോറസുമായി കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയയ്ക്കുള്ള ബന്ധങ്ങൾ അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി ഈ വിഷയം കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ തലവേദനയായിരിക്കുകയാണ്. വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ പാർലമെന്റിൽ ഇതുവരെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചിരുന്ന കോൺഗ്രസ് ഈ വിഷയത്തിന്മേൽ ചർച്ചയ്ക്ക് തയ്യാറാവുകയോ ഇന്ന് പാർലമെന്റ് നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പോലും ഈ വിഷയം ഉന്നയിക്കാൻ അപ്പുറത്തേക്ക് പാർലമെന്റ് നടപടികൾ നടത്താൻ പോലും സമ്മതിക്കാതെയാണ് കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയിട്ടുള്ളത്. ദേശീയ തലത്തിലും ജോർജ് സോറസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ബന്ധങ്ങൾ, കോൺഗ്രസിന് സോറസ് ഫൗണ്ടേഷനിലൂടെ ലഭിച്ചിട്ടുള്ള സാമ്പത്തിക സഹായം, ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതിനോടകം വലിയ ചർച്ചാ വിഷയവും അഭിപ്രായ വ്യത്യാസത്തിനും കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയ ഈ ഫോറം ഓഫ് ദ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഏഷ്യ പസഫിക് ഫൗണ്ടേഷൻ അതിൻ്റെ പ്രസിഡന്റാണ് സോണിയ. എങ്ങനെയാണ് ഭാരത വിരുദ്ധ നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുന്ന ഈ ഫൗണ്ടേഷന്റെ ജോർജ് സോറസ് സാമ്പത്തികം നൽകുന്ന ഈ ഫൗണ്ടേഷന്റെ പ്രസിഡന്റായി അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷന്റെ തലപ്പത്തേക്ക് സോണിയ എത്തിയത് എന്ന വലിയ ചോദ്യമാണ് BJP ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. കാരണം ഈ ഫൗണ്ടേഷൻ തുടർച്ചയായി നടത്തിയിട്ടുള്ളത് ഭാരതത്തിനെതിരെയുള്ള പ്രചാരണമാണ്. ഭാരതത്തിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു, ഒപ്പം പാകിസ്ഥാനിലെ ഭരണ നേതൃത്വത്തെ പുകഴ്ത്തിക്കൊണ്ടും കശ്മീർ സ്വതന്ത്രമാക്കണമെന്ന നിലപാടുമായി ബന്ധപ്പെട്ട ചർച്ചകളും അഭിപ്രായങ്ങളുമാണ് ഈ ഫൗണ്ടേഷൻ മുൻപോട്ട് വെച്ചത്. അത്തരത്തിൽ തുടർച്ചയായി ഭാരത വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരു ഫൗണ്ടേഷന്റെ തലപ്പത്ത് എങ്ങനെ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സോണിയ എത്തി, അവർ ആ ഒരു സ്ഥാനത്ത് തുടരുന്നു എന്ന ചോദ്യമാണ് BJP മുൻപോട്ട് വെക്കുന്നത്. അതിൽ രൂക്ഷമായ വിമർശനം ഇന്നിപ്പോൾ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു മുൻപോട്ട് വെച്ചിട്ടുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഓരോന്നായി നിലവിൽ പുറത്തു വരികയാണ്. ജോർജ് സോറസ് എപ്പോഴും ഭാരത വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ഭാരതത്തിൻ്റെ സമ്പദ്ഘടന തകർക്കുന്നതിന് ഭാരതത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇകഴ്ത്തിക്കാട്ടുകയും അതിന് സാമ്പത്തികം ചെലവഴിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷനുമായും സോണിയയും കോൺഗ്രസും ബന്ധപ്പെട്ടു എന്നുള്ളതിൽ രാജ്യത്തെ മുഴുവൻ അപമാനപ്പെടുത്തുന്നതാണ്. ഈ വിഷയത്തിൽ മുഴുവൻ രാജ്യത്തോടും കോൺഗ്രസ് നേതൃത്വം മാപ്പ് പറയണമെന്ന ആവശ്യമാണ് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു മുൻപോട്ട് വെച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ മുൻപ് നടത്തിയിട്ടുള്ള ഓരോ വിഷയങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഈ വിഷയത്തിൽ പൊതുജനങ്ങളോട്, രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നുള്ളതാണ് കിരൺ റിജിജു ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജോർജ് സോറസുമായി ബന്ധപ്പെട്ട ഫൗണ്ടേഷൻ വിവിധ രീതിയിൽ കോൺഗ്രസിന് ധനസഹായം നൽകി എന്നുള്ള ആരോപണങ്ങളും റിപ്പോർട്ടുകളുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായി രാഹുൽ നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്ര, ആ ജോഡോ യാത്രയിൽ ജോർജ് സോറസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ഈ ഭാരത് ജോഡോയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം രാജ്യത്ത് ഭരണ നേതൃത്വം മുൻപോട്ട് വയ്ക്കുന്ന ഏതൊരു തീരുമാനത്തെയും കണ്ണടച്ചെതിർക്കുകയും ഒപ്പം വിദേശ വേദികളിൽ പോലും ഭാരതത്തെ അപമാനിക്കുകയും ഭാരതത്തിലെ ജനാധിപത്യ സംവിധാനം പൂർണ്ണമായും പരാജയമാണെന്ന പ്രസ്താവനകൾ പോലും രാഹുൽ നടത്തിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരം പ്രസ്താവനകളും രാജ്യത്തിനെതിരെയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമൊന്നും യാദൃശ്ചികമായിരുന്നില്ല എന്നും ഇത്തരത്തിലുള്ള വിദേശ വ്യവസായികളുടെ സാമ്പത്തികം കൈപ്പറ്റിക്കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് ഏർപ്പെട്ടത് എന്ന ആരോപണമാണ് BJP ഏതായാലും മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഇത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ തലവേദനയാകുന്നുണ്ട്. വിഷയത്തിൽ മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ഒപ്പം കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിനോദ്, തീർച്ചയായും ഭാരത വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ജോർജ് സോറസ് ഫൗണ്ടേഷനുമായുള്ള കോൺഗ്രസിൻ്റെ ബന്ധം, അതിൻ്റെ തലപ്പത്ത്, ഫൗണ്ടേഷൻ്റെ തലപ്പത്ത് സോണിയാഗാന്ധി അതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന കാര്യമൊക്കെ BJP ആരോപണമായി ഉന്നയിച്ചിട്ടും ഇക്കാര്യത്തിൽ കൃത്യമായി മറുപടി പറയാൻ കോൺഗ്രസ്സിന് ആവുന്നില്ല. ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ
വെട്ടിലായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.